വീഡിയോ കൂടുതൽ കാണുന്നതിന് മുമ്പ് നിങ്ങളുടെ ഏജ് ഗ്രൂപ്പ് ഏതാണെന്ന് ചിന്തിക്കുക. നിങ്ങളുടെ പ്രായം 20 വയസ്സിൽ താഴെയാണോ, 25 വയസ്സിൽ താഴെയാണോ, 25 വയസ്സിന് മുകളിലാണോ, 30-ന് മുകളിലാണോ? നിങ്ങളുടെ പ്രായം ഏതാണ്? ഏത് ഗ്രൂപ്പിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നത്? ഏത് ഏജ് ഗ്രൂപ്പാണ്? ഈ കാര്യം തീർച്ചയായും ഹൗ ടു ഹാൻഡിൽ റിലേഷൻഷിപ്സ് ഡ്യൂറിങ് എക്സാംസ് എന്ന ഈ ടോപ്പിക്കിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നു. കാരണം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ബന്ധങ്ങളെ പരീക്ഷാകാലത്ത് കൈകാര്യം ചെയ്യുന്നത് എന്നത് നമ്മുടെ പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ പ്രായം 20 വയസ്സിൽ താഴെയാണെങ്കിൽ ശരി, 25 വയസ്സിൽ താഴെയാണെങ്കിൽ എന്ന് പറയാം. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് പരീക്ഷകൾക്ക് തന്നെയാണ്. ബന്ധങ്ങൾ, റിലേഷൻഷിപ്സ്, അതിന് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പരിഗണന മാത്രമേ നമുക്ക് കൊടുക്കാൻ സാധിക്കൂ. ഏറ്റവും ആദ്യത്തെ പരിഗണന നമ്മൾ എഴുതുന്ന പരീക്ഷകൾക്കാണ്. അടുത്ത പ്രാധാന്യം നമ്മുടെ ആരോഗ്യത്തിനാണ്. അതിനുശേഷം മാത്രമേ നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ പരിഗണിക്കാൻ പാടുള്ളൂ. ഇഫ് യു ആർ അണ്ടർ ദി ഏജ് ഓഫ് 25, ഇഫ് യു ആർ അണ്ടർ ദി ഏജ് ഓഫ് 20, ഇതിൻ്റെ പ്രാധാന്യം 10 മടങ്ങാണ് വർദ്ധിക്കുന്നത്. ബന്ധങ്ങൾ അതിലും താഴെ മാത്രമേ നിങ്ങൾ പരിഗണിക്കാൻ പാടുള്ളൂ. കാരണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇനി ബാക്കിയുള്ള ജീവിതം, 25 വയസ്സിന് ശേഷമുള്ള നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ സ്വാധീനിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ എഴുതുന്ന ഈ പരീക്ഷകളായിരിക്കാം. അത് എത്ര ചെറിയ പരീക്ഷ ആയിക്കോട്ടെ, എത്ര പ്രാധാന്യമുള്ള പരീക്ഷ ആയിക്കോട്ടെ, തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരേ എഫേർട്ട് ഇട്ടുകൊണ്ട് നല്ല രീതിയിൽ അതിനെ അപ്പിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രിപ്പറേഷൻസ് ആവശ്യമാണ്. വർഷങ്ങളുടെ പ്രിപ്പറേഷൻ ചിലപ്പോൾ ഒരു പരീക്ഷയ്ക്ക് ആവശ്യമായിരിക്കും. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ യുവർ ഏജ് ഗ്രൂപ്പ് യു ഹാവ് ടു ഡിസൈഡ്. നിങ്ങളുടെ റിലേഷൻഷിപ്പാണോ പ്രധാനം, പരീക്ഷയാണോ? നിങ്ങൾ ഓർക്കുക, നിങ്ങൾ 25 വയസ്സിൽ താഴെയാണ് നിങ്ങളുടെ പ്രായമെങ്കിൽ തീർച്ചയായും എല്ലാവർക്കും ബന്ധങ്ങളുണ്ടാവാം. നമ്മൾ ഇവിടെ റിലേഷൻഷിപ്സ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഓർമ്മിക്കേണ്ടത് നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലി മാത്രമല്ല, അതിനെക്കുറിച്ച് മാത്രമല്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ചേ അല്ല എന്ന് പറയാം. നമ്മുടെ ഫാമിലിക്ക് പുറത്തുള്ള ബന്ധങ്ങളാണ് ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മുടെ സ്നേഹബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, ഇങ്ങനെ നമുക്ക് നമ്മുടെ വീടിന് പുറത്തുള്ള ബന്ധങ്ങൾ, നമ്മുടെ കുടുംബത്തിന് പുറത്തുള്ള, നമ്മുടെ കുടുംബം എന്ന് വിളിക്കുന്ന സൗഹൃദങ്ങളാവാം, സ്നേഹബന്ധങ്ങളാവാം. ഇത്തരം ബന്ധങ്ങളെ ഒക്കെ തന്നെ രണ്ടാമതോ മൂന്നാമതോ കാറ്റഗറിയിലേക്ക് നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. ഏറ്റവും ആദ്യം പരീക്ഷകളാണ്, പിന്നെ ഹെൽത്ത്, അതിനുശേഷം തീർച്ചയായിട്ടും ഫ്യൂച്ചർ പ്ലാൻസ് വരണം. അതിനുശേഷം മാത്രമേ 20 വയസ്സിൽ താഴെയാണെങ്കിൽ നാലാമതോ മൂന്നാമതോ ആയിട്ട് മാത്രമേ നിങ്ങൾക്ക് ഇത്തരം ബന്ധങ്ങളെ കാണാൻ സാധിക്കുകയുള്ളൂ, കാണാൻ പറ്റുകയുള്ളൂ, അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്? പരീക്ഷാ സമയമാകുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത്തരം ബന്ധങ്ങൾ എപ്പോഴും വഷളാവും. നമ്മളെപ്പോഴും ഒരു വല്ലാതെ സ്ട്രെസ് അനുഭവിക്കും. എനിക്ക് വേണ്ടി കൃത്യമായ സമയം അനുവദിക്കുന്നില്ല, എന്നെ ശ്രദ്ധിക്കുന്നില്ല, എനിക്ക് നീ എന്താ സമയം തരാത്തത് എന്നൊക്കെയുള്ള പരാതികൾ പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളും സ്നേഹിതരും അല്ലെങ്കിൽ മറ്റു സ്നേഹബന്ധങ്ങളിലുള്ള ആൾക്കാർ, നമ്മുടെ ബോയ് ഫ്രണ്ട്സ്, ഗേൾ ഫ്രണ്ട്സ് ഒക്കെ നമ്മളോട് ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. ഇതിനെ നമ്മൾ ടാക്കിൾ ചെയ്തേ പറ്റൂ. അവരോട് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കണം, പരീക്ഷയാണ് ഇവിടെ എനിക്ക് ഏറ്റവും മുഖ്യമായ കാര്യം. കാരണം ഈ പരീക്ഷ ഞാൻ എഴുതിയില്ലെങ്കിൽ, കൃത്യമായി അപ്പിയർ ചെയ്തില്ലെങ്കിൽ, പാസ്സായില്ലെങ്കിൽ എനിക്കുള്ള ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ദുരന്തമാണ് എന്നെ കാത്തിരിക്കുന്നത്. അത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും. ഇനി അങ്ങനെ പറഞ്ഞ് മനസ്സിലാകാത്തവരെന്ത് ചെയ്യും? അത് പറഞ്ഞാൽ മനസ്സിലാകാത്തവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ മനസ്സിലാക്കിക്കൊള്ളൂ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ബന്ധം ഇല്ലാതെയാവാനും സാധ്യതയുണ്ട്. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കുക, 25 വയസ്സിനുള്ളിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇത്തരം സ്നേഹബന്ധങ്ങൾ, സൗഹൃദങ്ങൾ ഒക്കെ തന്നെ നിരവധി തവണ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനിയും തുടർന്നുള്ള കാലത്തും വന്നുകൊണ്ടേയിരിക്കും. ഒന്ന് പോയാൽ മറ്റൊന്ന് എന്ന് കേട്ടിട്ടില്ലേ? അതുപോലൊരു സാഹചര്യം അവിടെ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളുടെ ജീവിതം ഇനി നീണ്ടു കിടക്കുകയാണ്. അവിടെ നിങ്ങളെ മനസ്സിലാക്കാത്ത ഒരു ബന്ധത്തെ കടിച്ചു നോക്കി കിടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, യു ഹാവ് ടു ഫോക്കസ് ഓൺ യുവർ എക്സാംസ്. പരീക്ഷകൾക്ക് നന്നായി പ്രിപ്പയർ ചെയ്യുക, നന്നായി പഠിക്കുക, അതിന് മാക്സിമം പ്രാധാന്യം കൊടുത്തുകൊണ്ട് പരീക്ഷ എഴുതുക. ഒരു 25 വയസ്സിന് മുകളിലുള്ള വ്യക്തികളെ സംബന്ധിച്ച് ഇപ്പോൾ IAS പോലുള്ള സിവിൽ സർവീസ് എക്സാംസ് പോലുള്ള പരീക്ഷകൾക്ക് വർഷങ്ങളായി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. 30s ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, യു ഹാവ് ടു ആക്ച്വലി തിങ്ക് അബൌട്ട് യുവർ റിലേഷൻഷിപ്സ് ഓൾസോ.
അത് കൂടുതൽ ഉത്തരവാദിത്തമേറിയ ഒരു സമയമാണ്. 25 വയസ്സിന് മുകളിൽ, പ്രത്യേകിച്ച് 30 വയസ്സിന് മുകളിലൊക്കെ ആകുമ്പോഴത്തേക്ക് ബന്ധങ്ങളെക്കുറിച്ച് സീരിയസ് ആയി ചിന്തിക്കേണ്ട സമയം തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നീ തൽക്കാലം അവിടെ നിൽക്ക്, ഞാൻ പരീക്ഷ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ലൈഫിന് വലിയ നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുകളിലുള്ള പ്രഷർ വർദ്ധിക്കുകയും ചെയ്യും, സ്വാഭാവികമാണ്. അപ്പോൾ ഇത്തരം പരീക്ഷകൾക്ക് തീർച്ചയായും അത്രയും സ്ട്രെസ് ഉണ്ട്. അതാണ് അതിൻ്റെ മറുവശം. ഈ പരീക്ഷകൾ വലിയ സ്ട്രെസ് എടുത്ത് ചെയ്യേണ്ട പരീക്ഷകൾ തന്നെയാണ്, സ്ട്രെസ് എടുത്ത് എഴുതേണ്ട പരീക്ഷകൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ പേഴ്സണൽ സ്ട്രെസ്സും കയറി വരും, സ്വാഭാവികമാണ്. അപ്പോൾ ഒരു പരിധി വരെ പറഞ്ഞ് മനസ്സിലാക്കുക, വ്യക്തികളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുക, ബന്ധങ്ങളിലുള്ള വ്യക്തികളെ, സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നാൽ അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് 30 വയസ്സിന് മുകളിലാണ് നിങ്ങളുടെ പ്രായമെങ്കിൽ ഈ ബന്ധങ്ങളെ ഒരു പോസിറ്റീവ് അകലത്തിൽ, അതായത് പരീക്ഷയെ സ്വാധീനിക്കാത്ത, പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം അവിടെ വേണം, പരീക്ഷയ്ക്കും സമയം കൊടുക്കണം, പ്രിപ്പറേഷൻ സമയം കൊടുക്കണം. അതേസമയം തന്നെ ഈ ബന്ധങ്ങളെയും നഷ്ടപ്പെട്ടു പോകാതെ ഒരു ഈക്വൽ ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ നല്ലൊരു ഒരു സ്പേസിൽ, പേഴ്സണൽ സ്പേസിൻ്റെ നല്ലൊരു കംഫർട്ടബിൾ സോണിൽ കൊണ്ടുവന്ന് വെക്കാൻ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം. ഇത്തരം കേസുകൾ എപ്പോഴും പരസ്പരം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ബന്ധങ്ങളാണ് കൂടുതൽ സക്സസ്ഫുൾ ആയിട്ട് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം 30 വയസ്സിന് ശേഷമുള്ള നിങ്ങളുടെ ബന്ധങ്ങളെ നിങ്ങൾ തിരഞ്ഞെടുക്കുവാനും തുടരുവാനും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, PSC പോലുള്ള UPSC പോലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാവരിലും ഒബ്വിയസ്ലി പ്രായം 30 അല്ലെങ്കിൽ 30-ന് മുകളിലൊക്കെയുള്ള ആൾക്കാരുണ്ടാവാം. അപ്പോൾ ഇത്തരക്കാരോട് എപ്പോഴും നമ്മൾ ഇത്തരക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അവരുടെ പലപ്പോഴും കണ്ടുവരുന്നത് അവരുടെ ബന്ധങ്ങളെ അവർ അവഗണിച്ചുകൊണ്ട് തന്നെ, നമ്മൾ 25 വയസ്സിന് താഴെ ചെയ്യേണ്ടത് ഈ 30 വയസ്സിന് മുകളിൽ ചെയ്യുന്ന ആൾക്കാരെ കാണാം. ബന്ധങ്ങളെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട്, അത് ഈവൻ ഫാമിലി ആയിക്കോട്ടെ, ഫെമിലിയൽ ബന്ധങ്ങളായിക്കോട്ടെ, പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയും ഒരു വലിയ എഫേർട്ട് എടുക്കുകയും നിരവധി മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം പ്രിപ്പറേഷൻ തുടരുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ശരിക്കും 25 വയസ്സിൽ താഴെയുള്ളവരാണെങ്കിൽ കംപ്ലീറ്റ്ലി ലെജിറ്റിമേറ്റ് ആണ്, കംപ്ലീറ്റ്ലി അക്സെപ്റ്റബിൾ ആണ് ഈ സംഭവം, ഈ ഒരു പ്രിപ്പറേഷൻ സ്റ്റൈൽ എന്ന് പറയുന്നത്. എന്നാൽ ഒരു 30 വയസ്സിന് ശേഷത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ഏജിലുള്ള വ്യക്തിയെ സംബന്ധിച്ച് ബിൽഡിംഗ് എ ഫാമിലി ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ പറയുന്ന ഫാമിലിയൊക്കെ ഉള്ളവരാണെങ്കിൽ പ്രിപ്പറേഷന് വേണ്ടി 100% ഡെഡിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് യു വിൽ ബി ലൂസിങ് ഔട്ട് ഓൺ യുവർ ഫാമിലി ഓൾസോ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു ഹാവ് ടു കീപ് ദാറ്റ് ഇൻ മൈൻഡ്. അപ്പോൾ ആ സമയത്ത് പരീക്ഷയല്ല പ്രധാനം, യു ഹാവ് ടു ലുക്ക് അറ്റ് യുവർ ഫാമിലി ഓൾസോ. ഫാമിലിയെയും കൂടി നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ബാക്കിയൊക്കെ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കയ്യിലാണ്, നമ്മുടെ ഭാവി എന്തെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഇതാണ് ഒരു പൊതുവായിട്ടുള്ള സ്ട്രാറ്റജി, ഹൗ ടു ഹാൻഡിൽ റിലേഷൻഷിപ്സ് ഡ്യൂറിങ് എക്സാംസ്. ലെറ്റ്സ് കം ബാക്ക് ടു ദി ഫസ്റ്റ് ഫേസ്. ഞാൻ 20 വയസ്സ് അല്ലെങ്കിൽ 25 വയസ്സിന് താഴെയുള്ളവർക്കാണ് ഈ ഒരു വീഡിയോ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അവരെ സംബന്ധിച്ചാണ് ഏറ്റവും വലിയ ചാലഞ്ചായിട്ട് ഇത് ഫീൽ ചെയ്യാൻ പോകുന്നത്. കാരണം അവരെ സംബന്ധിച്ച് ഒരു ചെറിയ മിസ്റ്റേക്ക് മതി, ത്രൂ ഔട്ട് ലൈഫ് അവർ അതിനെ കൊണ്ട് ബുദ്ധിമുട്ടും. കാരണം പ്രത്യേകിച്ച് ഈ റിലേഷൻഷിപ്സൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നമ്മളെ മാനസികമായി വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ഏജാണ് 25 ഓർ അണ്ടർ 25, എസ്പെഷ്യലി ബിലോ 20 അതിൻ്റെ താഴെയുള്ളവരാണ് ഏറ്റവും കൂടുതൽ. കാരണം ടീനേജിൻ്റെ തൊട്ട് ശേഷമുള്ള കാലഘട്ടം, ലേറ്റ് ടീൻസ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഡിഗ്രിയൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ പരീക്ഷകൾ നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അവർ മാനസിക സംഘർഷം ഒരുപക്ഷെ ഇത്തരം വിഷയങ്ങൾ അനുഭവിക്കുന്നുണ്ടാവാം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സാമിനേഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് യു ഷുഡ് ബി ഡൂയിങ് റൈറ്റ് നൗ. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് സംശയമില്ലാതെ നിങ്ങൾക്ക് പറയാം, സംശയമില്ലാതെ നിങ്ങൾക്ക് വിശ്വസിക്കാം. പരീക്ഷ തന്നെയാണ് പ്രധാനം, അതിനുവേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കുക. പിന്നെ തീർച്ചയായിട്ടും ദൈവത്തിനും വലിയ പ്രാധാന്യം തന്നെ കൊടുക്കണം. ഞാനൊരു ദൈവവിശ്വാസിയാണ്, അതുകൊണ്ട് പറയുന്നതാണെന്ന് കരുതരുത്. ഒബ്വിയസ്ലി താൻ പാതി ദൈവം പാതി എന്ന് പറയാറുണ്ട്. പക്ഷേ ഇൻ മൈ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നു, ദൈവം തന്നെയാണ് മുഴുവൻ. ദൈവത്തിന് പൂർണ്ണമായി നമ്മൾ അർപ്പണം ചെയ്തുകൊണ്ട് തന്നെ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്താലേ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു പ്രിപ്പറേഷൻ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിൽ കാണണം. നിങ്ങൾ അല്പസമയം ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുക, അല്ലെ മെഡിറ്റേറ്റ് ചെയ്യുക. അത്തരത്തിലുള്ള ഒരു സ്പിരിച്വൽ ഒരു സമയം നിങ്ങൾ കണ്ടെത്തുക തന്നെ വേണം പരീക്ഷാ സമയങ്ങളിൽ. നല്ല റിലാക്സേഷൻ, നല്ല ഫോക്കസ്, അതുപോലെ നമ്മൾ ഈ പറയുന്ന ലക്ക് ഫാക്ടർ എന്നൊക്കെ ചില ആൾക്കാരൊക്കെ വിളിക്കുന്ന ഒരു ദൈവ കൃപ എന്ന് ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കേണ്ട കുറേ കാര്യങ്ങൾ നമ്മളെ തേടി വരും. നമ്മളിങ്ങനെ ഒരു കുറച്ച് സമയം ആത്മീയതയ്ക്ക് വേണ്ടി ചിലവഴിച്ചാൽ
അപ്പോൾ നമുക്ക് പരീക്ഷയാണ് പ്രധാനം, പ്രാർത്ഥിക്കാൻ സമയമില്ല എന്ന് ചില കുട്ടികൾ പറഞ്ഞിട്ട് പോകുന്നതൊക്കെ രക്ഷിതാക്കളൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പോൾ അതും തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പരീക്ഷകൾ നമ്മളെ തേടി വരുമ്പോൾ അവയെ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ അവയിൽ നിന്ന് പുറംതിരിഞ്ഞ് നിൽക്കുക, അവയെ പൂർണ്ണമായും ഗൗരവത്തോടെ കാണാതിരിക്കുക, അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ആ സമയമായിരിക്കും ലോകത്തിലുള്ള എല്ലാ ബന്ധങ്ങളും നമ്മളെ തേടി വരിക. എനിക്ക് നീ സമയം തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ, ഇതൊക്കെ തന്നെ ഈ പരീക്ഷാ സമയത്ത് വളരെ വർദ്ധിക്കുന്നതായിട്ട് ഇപ്പോഴും കാണാറുണ്ട്. ഒരുപക്ഷെ അത് നമ്മുടെ സൈക്കോളജി തന്നെ ആയിരിക്കാം, ഒരു ഹ്യൂമൻ സൈക്കോളജി ആയിരിക്കും, ഒരു എസ്കേപ്പ് മെൻറ്റാലിറ്റി ആയിരിക്കാം. കൂടുതൽ പഠിക്കാനുള്ള സ്ട്രെസ് ഉണ്ട്, സ്വാഭാവികമായും നമ്മൾ ഇത്തരത്തിൽ കുറച്ചൊരു എൻ്റർടൈൻമെൻറ്റോ അല്ലെങ്കിൽ കുറച്ചൊരു റിലാക്സേഷൻ എന്ന രീതിയിൽ നമ്മൾ മറ്റ് ചിന്തകളിലേക്കൊക്കെ പോയേക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ 25 വയസ്സ് വരെ നമ്മൾ എങ്ങനെ എഡ്യൂക്കേഷന് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു, അതുപോലെയാണ് ബാക്കിയുള്ള നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഇതിന് ശേഷം നമ്മൾ 52 കൊല്ലം ജീവിക്കുന്നു വിചാരിച്ചോളൂ. ആ ബാക്കി 25ൻ്റെ ശേഷമുള്ള അത്രയും കൊല്ലം നമ്മുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്ന 25 വയസ്സ് വരെ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചതും ഒക്കെ തന്നെയാണ്. നമ്മുടെ സർട്ടിഫിക്കറ്റുകളാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോവുക. പലപ്പോഴും നമ്മുടെ മേശയിൽ ഭക്ഷണം എത്തുന്നത് പലപ്പോഴും ഈ സർട്ടിഫിക്കറ്റുകളുടെ ക്വാളിഫിക്കേഷനോ കാരണം അത് തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പരീക്ഷയെ ഫേസ് ചെയ്യാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികളോടും എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് നിങ്ങളുടെ ഏജ് നിങ്ങളൊന്ന് ഓർത്തേക്കുക. നിങ്ങളുടെ ബന്ധങ്ങൾ, അതിനെക്കുറിച്ചുള്ള ടെൻഷൻ, സ്ട്രെസ്സൊക്കെ മാറ്റി വെക്കുക. സുഹൃത്തുക്കളെ തൽക്കാലം അവിടെ മാറ്റി നിർത്തുക. നിങ്ങളുടെ പരീക്ഷ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിനുവേണ്ടി കൂടുതൽ സമയം പ്രിപ്പറേഷന് വേണ്ടി ചെലവഴിക്കണം. ഇന്ന് പരീക്ഷയുള്ളവർ ഇന്നത്തെ പരീക്ഷ വളരെ നന്നായി എഴുതുക. അതുപോലെ തന്നെ വരുന്ന ആഴ്ച പരീക്ഷയുള്ളവർക്കും എൻ്റെ ആശംസകൾ. പഠിക്കുന്ന സമയത്ത് തീർച്ചയായും ഇത്തരം പല വിഷയങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരും. നിങ്ങൾ ചെയ്യേണ്ടത് അത്തരം വിഷയങ്ങളൊക്കെ തന്നെ ഒന്ന് സൈഡ് ലൈൻ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം നിങ്ങളുടെ കരിയറാണ് ഈ ഒരു ഏജിലെന്ന് പ്രത്യേകം ഓർമ്മിക്കുക. നമ്മുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏജ് വളരെ പ്രധാനമാണ്. ഈ ഒരു മെസ്സേജ് 35 വയസ്സ് അല്ലെങ്കിൽ 30 മുകളിലുള്ള ആൾക്കാർ പൂർണ്ണമായും അതേപടി സ്വീകരിക്കുമ്പോൾ അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ഏജ് നോക്കി മാത്രം ഇത് സ്വീകരിക്കുക എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇത് ഞാൻ എടുത്ത് പറയാൻ കാരണം, ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷേ ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ മുഖത്ത് നോക്കി പറഞ്ഞില്ലെങ്കിൽ ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് ഞാൻ മുഖത്ത് നോക്കി നിങ്ങളോട് പറയുന്നത്. വിദ്യാർത്ഥികളായ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ബന്ധങ്ങളിൽ നിന്ന് ഒഴിവാവാനുള്ള നല്ലൊരു അവസരം കൂടിയാണ് പരീക്ഷാ സമയം. അതുപോലെ തന്നെ നല്ല ബന്ധങ്ങൾ നിങ്ങൾക്കുണ്ട് ജീവിതത്തിലെങ്കിൽ, നല്ല ബന്ധങ്ങളാണ് അവ എന്ന് ഉറപ്പാക്കാനുള്ള സമയമാണ്. പറഞ്ഞു നോക്കുക, എൻ്റെ പരീക്ഷയാണ്, ലെറ്റ് മീ സ്റ്റഡി, ലെറ്റ് മീ ഫോക്കസ്. ഇനി അത് സാധിക്കുന്നില്ല, എനിക്ക് നീ സമയം തരുന്നില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നതെങ്കിൽ, നിനക്ക് ഞാനാണോ വലുത്, പരീക്ഷയാണോ വലുത് എന്നൊക്കെ ചോദിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷയാണ് വലുത് എന്ന് പറയുക. ഇനി അതും നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ലെറ്റ് ദം ഹിയർ. അവരും ഇത് തിരിച്ചറിയുന്ന ദിവസം വരട്ടെ എന്ന് പ്രത്യാശിക്കാം, അല്ലേ? അപ്പോൾ എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്ത് നന്നായി പരീക്ഷയ്ക്ക് പോവുക. പ്രിപ്പറേഷനാണ് ഏറ്റവും പ്രധാനം. അതിനുവേണ്ടി സമയം കണ്ടെത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. God bless you all. Thank you so much for tuning in. See you in another video. Bye-bye.